എൻ്റെ അമ്മക്കുട്ടിയാണിത്. ഹായ് പറയമ്മ, ഹായ് പറയേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അമ്മേൻ്റെ അടുത്താണ് ഞാനിന്ന്. എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല, സിവിലിൽ പോയതാണ്. അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത്. അയ്യോ അമ്മേൻ്റെ എന്താണ് പേരക്കുട്ടി വന്നോ? പേരക്കുട്ടി എന്നാ പറയാ. അമ്മയ്ക്ക് അമ്മന്റെ മക്കളാട്ടോ. വന്നോ? ആരാ വന്നേ? ചിപ്പിക്കുട്ടി വരുന്നുണ്ട്, എൻ്റെ ചേച്ചീൻ്റെ മോള് വരുന്നുണ്ട്. അവളും ലണ്ടനിലാണ്. അവള് ഈ ആഴ്ച വരും അല്ലേ? വരും. അവർക്ക് ചൂടൊന്നും താങ്ങിയേ കൂടാ. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോണ്? പറയേ. എ സി ഫിറ്റ് ചെയ്യാൻ പോവാണ് ചേച്ചി. അപ്പം എ സി ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. എ സി ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം. എ സി എല്ലാവരും വീട്ടിലുണ്ടാവും. അയ്യോ, ഞാനിച്ചിരി കിടന്ന് മുടിയൊക്കെ ചപ്പേന്നൊക്കെ ഉണ്ട്. നമ്മളെ കോടിയൊന്നല്ല ഇട്ടത്. ഇതൊക്കെ പഴയ ചുരിദാർ. ഇതൊക്കെ എന്തിനാ പറയണത് നിന്റെ അമ്മ? ഞാൻ എല്ലാ കാര്യങ്ങളായിട്ട് പറയണല്ലേ. എൻ്റെ അമ്മ കുളിസാർത്തി കേട്ടോ. അങ്ങനെ വിചാരിക്കണ മരുന്നില്ല, കണ്ട കാണിയല്ല അമ്മ. അമ്മ സുന്ദരിക്കോടെ മൈലമ്മയായിട്ട് ഇരിക്കുകയാണ്, കുളിച്ച് സുന്ദരിയായിട്ട്. അല്ലെങ്കിൽ രാവിലെ അതൊക്കെ കഴിയും. എത്ര കുളിയുണ്ട് അമ്മ പോഷനായിട്ട്? കുളി രാവിലെ വൈകുന്നേരം. നനഞ്ഞ ബ്ലൗസ് ഇടാറുണ്ട് എപ്പോഴും? അമ്മ എങ്ങനെയാ അറിയാം? കുളിച്ച് വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ ബ്ലൗസ് അങ്ങനെ തന്നെ ഇടും. ഒലിമ്പി പിഴിഞ്ഞിട്ട് അതന്നെ ഇടും. ചൂടമ്മയ്ക്ക് തീരെ താങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ മോളെ പേര് പറഞ്ഞ ഏസിയോ ആയി അമ്മയ്ക്ക്. ഇല്ല അമ്മ? ഏസിയിൽ കിടക്കാൻ പറ്റിയിരിക്കുന്നു. കിടക്കണമെന്നില്ല. നമ്മളിന്ന് ലിപ്സ്റ്റിക്കൊന്നും ഇട്ടില്ല. എന്തോ പോലെ ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് നമുക്കൊരു ചന്തം ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാത്ത അമ്മയ്ക്ക് ഇഷ്ടം. ഇന്നലെ പിടിച്ച് വെച്ച് കൊണ്ടുവന്നത് ആതിരമ്മക്ക് ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു കച്ചുണ്ട്. ഇങ്ങനെ കച്ചനുണ്ടായിരുന്നു, കസിൻ. അപ്പോൾ ഓനുണ്ട് ഇവിടെ. എന്നിട്ട് അതുപോലെ രണ്ടാമതും കൂടെ ഒരു പറഞ്ഞ ഇവർ പിറ്റ് ചെയ്യുന്ന അന്ന് കൊണ്ടുവരാണ്. വേണ്ട ഇന്ന് തന്നെ കൊണ്ടുപോകണം. ഹലോ ഗൈസ്, വല്ലാതെ പെരടി വേദന. എൻ്റെ അമ്മമായിരുന്നു മസാജൊക്കെ ചെയ്തിട്ടാണ്. പെരടിക്ക് ഭയങ്കര വേദന. എന്താണെന്നറിയാം. അതെ അമ്മ പാവാണ് എൻ്റെ അമ്മ. അമ്മ തന്നെയാണ് അല്ലേ? Yeah.
ചിന്നുവിൻ്റെ വീട്ടിനടുത്തുള്ളവരൊന്നും ഞാൻ കാണിച്ചില്ല. ഇതാ അവൻ്റെ ഭാര്യ കത്തിയൊക്കെ തരുന്നവൻ്റെ ഭാര്യ ഒന്നല്ല. ഞാൻ ഈ പൂളെ കറിക്കുന്ന വീഡിയോ ഹായ് ഹലോ, നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. ഗുഡ് നൈറ്റ് പറയുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു പാർട്ടിക്ക് പോയി വന്നതാണ്, ഒരു റിസപ്ഷൻ. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അജിതേടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോളെ കുഞ്ഞിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോയി തലേന്നത്തെ പരിപാടിയാണ്, നാളെയാണ് കല്യാണം. അപ്പോൾ അതൊക്കെ കണ്ടു വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചു. പിന്നെ അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് വീഡിയോ പിടിച്ചു. പിന്നെ കുറേ നമ്മളെ കുട്ടികളെയൊക്കെ അജിതേട്ടിൻ്റെ മക്കളെയൊക്കെ കണ്ടു. പിന്നെ അറിയുന്ന കുട്ടികളെയൊക്കെ കണ്ടു. പിന്നെ പെൺകുട്ടികളൊക്കെ സുന്ദരി മക്കളായിട്ട് പുറപ്പെട്ടു. അവിടെയുള്ള കുട്ടികൾ സുന്ദരി മക്കളൊക്കെ ആയിട്ട് പുറപ്പെട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പെൺകുട്ടികളിങ്ങനെ സുന്ദരികളൊക്കെ ആയിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നാൽ എനിക്കത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മളൊക്കെ പണ്ട് അങ്ങനെ അണിഞ്ഞൊരുങ്ങി, ഇപ്പോഴും അണിഞ്ഞൊരുങ്ങുന്നതിന് ഒരു കുറവൊന്നുമില്ല, അത് വേറെ. പക്ഷെങ്കിൽ ആ പ്രായത്തിലെ കുട്ടികൾ അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ വല്ലാത്തൊരു ചന്താണല്ലോ. അത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കും, അവർ നോക്കുമ്പോൾ ഞാൻ കാണാത്തായി നിൽക്കും, അവർ നോക്കാതെ ഞാൻ നോക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം പെൺകുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ അണിഞ്ഞൊരുങ്ങിയാൽ അവരെല്ലാവരും എന്നെ നോക്കണ്ടോ, നമ്മൾ സുന്ദരിയായിട്ടുണ്ട്, എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയൊരു വൈഡാണല്ലോ. നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് നല്ല പെരടി വേദന ഉണ്ട്, എന്താണാവോ. എൻ്റെ അമ്മ ഇന്ന് രാവിലെ കുറേ ബാമൊക്കെ ഇട്ട് കുഴിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ടോ തുടങ്ങിയിട്ട്. ഇനി ഇടയ്ക്ക് വെച്ച് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കതോ വയ്യാതി, ഒരു വയ്യായി ഇല്ലാണ്ട് ഇരിക്കട്ടെ. അപ്പം ഞാൻ കുറേ സുന്ദരി പെൺകുട്ടികളെയൊക്കെ കണ്ടു വന്നതാണ്. കുറച്ച് അവിടെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില കുട്ടികളുണ്ട് വീഡിയോയിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളെയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ അറിയാതെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ലില്ലീൻ്റെ മോള് സൂപ്പർ പാട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പാട്ട് ഫുള്ള് പിടിച്ച്. അവൾ നല്ല സുന്ദരി മോളാണ്, സുന്ദരി ഗായിക, എല്ലാ കഴിവത്തൊരു കുട്ടിയാണ് അവൾ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതെ ഞാൻ ചോറ് മടിയിൽ വെച്ചിട്ട് ഞാൻ ക്യാമറ പിടിച്ച് അവളെ പാട്ട് മുഴുവനും പിടിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണ പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. കുറേ കുഞ്ഞുമക്കൾ, സുന്ദരി മക്കൾ, പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ കുറച്ച് പേരെ പിടിച്ചോളൂ. എല്ലാവർക്കും ഒന്നും ചിലരൊന്നും പിടിക്കുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാന്ന് തോന്നുന്ന അവരൊക്കെ അങ്ങ് ഒഴിവാക്കി. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സുന്ദരികളാണ്, എല്ലാവരും നല്ല മൊഞ്ചുള്ള മക്കളായിരുന്നു. എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ നമ്മളെ മോളെ മിസ് ചെയ്യാറുണ്ടെന്ന് പറയാം. പക്ഷേ എൻ്റെ മോളിപ്പോൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവൾ പാലക്കാടാണ്, നാളെ മറ്റന്നാളും എൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ അവൾ ട്രിപ്പിലാണ്, മൂന്നാറൊക്കെ പോയി വന്നതാണ്. വെന്നും കൊണ്ട് നിൽക്കുകയാണ്, എത്തിയില്ല. ഓളെ ഫാമിലിക്കായിട്ട് പോയതാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയില്ല. നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് കുഞ്ഞു വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഇടുന്നുണ്ട്.
പിന്നെ കല്യാണപ്പെണ്ണിന് നാളെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പോകുന്നില്ല കല്യാണത്തിന്. നമ്മളെ സ്വർണ്ണേച്ചി പോകും. സ്വർണ്ണേച്ചി പോയിട്ട് കാര്യമില്ല, അവൾ വീഡിയോ എടുത്താൽ തലയും പാലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല. അപ്പം ആ വീഡിയോ നിർത്തട്ടെ. ഹാപ്പി അല്ലേ? സന്തോഷമായിട്ടിരിക്കണില്ലേ? ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് ഗുഡ് നൈറ്റ് പറയണേ. ഗുഡ് നൈറ്റ് പറയണേ. സ്വീറ്റ് ഡ്രീംസ്. ലവ് യു. ഉമ്മ, ചക്കര ഉമ്മ, പഞ്ചാര ഉമ്മ. ഇന്നെന്താ സ്പെഷ്യൽ ഉമ്മ? അതൊക്കെ തന്നെ ഉള്ളൂ. നീ ഇവിടെ ചക്കരമ്മയും പഞ്ചാരമ്മയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തിത്താണ് മേശപ്പുറത്ത് ഇത്തിരി അച്ചാറുണ്ട്, ചപ്പാത്തി ഉണ്ട്, അങ്ങനെ കുറച്ചൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. നെയ്യപ്പം നമ്മൾ ഇടക്കായി ഇട്ടാഞ്ഞ് ഇനി നമുക്ക് നെയ്യപ്പൊക്കെ ചുടാനുണ്ട്. വേണമെങ്കിൽ ചൂടാം, എന്താണോ എന്തോ. അപ്പം ഞാൻ ഗുഡ് നൈറ്റ് പറയട്ടെ. ടാറ്റാ. Good night, sweet dreams. Love you. ശുഭരാത്രി, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. എല്ലാവരും വർക്കിനൊക്കെ പോണില്ലേ? സ്കൂള് വീട്ടിയിട്ട് കുട്ടികൾ ഇവിടെ അടിച്ച് പൊളിച്ച് കളിക്കാട്ടോ. കുട്ടിപ്പാരൊക്കെ കെട്ടിയ ഒന്നും പറയണ്ട. നിഗമോനും ചന്ദ്രവും യദും യാദും ധീരും ധ്യാനും നന്ദമോളും ഒക്കെ സൂപ്പറായിട്ട് കളിച്ചും കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഹലോ ഗൈസ്, നമ്മൾ ഉണ്ണേട്ടാ വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഹായ് പറയണ കേട്ടോ, പ്ലീസ് ഉണ്ണേട്ടാ. ഉണ്ണേട്ടൻ്റെ വാച്ച് ഒന്ന് കാണിച്ചു കൊടുക്കും. മോള് കൊണ്ടുവന്ന അത് ഉണ്ണേട്ടൻ്റെ മോള് കൊണ്ടുവന്ന വാച്ചല്ല, അത് ഇവിടെ ഉള്ളതാ. ഞാൻ വിചാരിച്ചു അതാണെന്ന് വിചാരിച്ച്. അത് ഇവിടെ വേറെ ആൾക്കാരിലുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം മോള് കൊണ്ടുവന്ന വാച്ച്. ഈ വാച്ച കാണിച്ചു തന്നിട്ടാ. ഇതല്ല എൻ്റെ മോള് കൊണ്ടുവന്നത്. ഇതോള് മേടിച്ചു കൊടുത്ത തന്നെയാണ്. ഇതാണ് നമ്മൾ ഉണ്ണിയേട്ടന് എൻ്റെ മോള് കൊണ്ടുവന്ന വാച്ച്. കണ്ടോ? ഉണ്ണിയേട്ടന് ഞാനും കൂടി ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. തമ്മേലിതാ.